നമസ്കാരം, ഞാൻ വൈശാഖ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ തിയേറ്ററുകളിൽ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലോക എന്ന മലയാള സിനിമയെ പറ്റിയാണ്. ലോക എന്നെ സംബന്ധിച്ചൊരു ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സിനിമയാണ്. എല്ലാ തരത്തിലും അത്ഭുതപ്പെടുത്തിയ ഒരു സിനിമയാണ്. തിരക്കഥ കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ടെക്നിക്കലി എല്ലാം, ഇപ്പം എഡിറ്റിംഗ് ആയാലും ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ആയാലും എല്ലാം കൊണ്ടും എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ് ലോക. അതിൻ്റെ തിരക്കഥ എന്നൊക്കെ പറയുന്നൊരു ടെക്സ്റ്റ് ബുക്കാക്കി നമ്മൾ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പം സ്പോയിലർ ആവും, എന്നാലും പറയുന്നു, നീലിയെ ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവന്നതുപോലെ പല ബ്ലെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ശരിക്കും അത്ഭുതത്തോടെയാണ് നോക്കി കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഇപ്പോൾ എല്ലാ യുവാക്കളൊക്കെ എല്ലാവരും കൊണ്ടാടുന്ന കളക്ഷൻ റെക്കോർഡുകളൊക്കെ മറികടന്ന് ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കുതിക്കുന്ന ഒരു സിനിമയാണ് ലോക. ആ ലോകയുടെ പിന്നിൽ, ഇത്രയൊക്കെ ആഘോഷിക്കപ്പെടുന്ന ലോകയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു ഒരു ഒരു പ്രശ്നമുണ്ട്. എനിക്കൊന്നും അധികം ആരും എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എൻ്റെ അറിവിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ അതെൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ സിനിമ കണ്ടത് മുതൽ, ഇപ്പം ഒന്നിലേറെ തവണ കണ്ടു, ആ കണ്ടത് മുതൽ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ലോകയെ സംബന്ധിച്ച്. അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക വല്ലാതെ ഈ ഡ്രഗ്സിനെ നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. ആ സിനിമ കണ്ടവർക്കറിയാം. അതിൽ ചന്തു സലീം കുമാറിൻ്റെ കഥാപാത്രം പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. അതിലൊരു ഒരു ഒരു ഡ്രഗ് മാഫിയയിൽ ഒരാളെ പോലീസ് പുറത്ത് വിടുമ്പോൾ അയാൾ ഇറങ്ങിയത് നമുക്കെല്ലാം കൊണ്ടും നല്ലതിനാണ്, നമുക്ക് നല്ല സ്റ്റഫ് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഡ്രഗ്സിനെ വളരെ വില കുറച്ച് കാണുന്ന, അതുപോലെ എന്താ പറയുക, ഒരാളെ ഇതുപോലെ ഡ്രഗ്സിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തപ്പം അത് ഇന്ന സാധനത്തിൻ്റെ പേരിലല്ലോ കുറിച്ച്, അത് വലിയ കേസല്ലല്ലോ എന്നൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ ലഹരി ഉപയോഗത്തെ ഭയങ്കരമായിട്ട് നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. അത് ഇന്നത്തെ കാലത്ത് വലിയൊരു അപകടമാണ്. പ്രത്യേകിച്ച് നസ്ലിനെ പോലെയൊക്കെ ഇത്രയും ജനപ്രീതിയുള്ള ഒരു യുവതാരം സ്ക്രീൻ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ, അതും യൂത്ത് ഇത്രയും ഏറ്റെടുത്തൊരു സിനിമയിൽ ഇത്തരം ഡയലോഗുകളൊക്കെ കൊണ്ടുവന്നത് വലിയൊരു അപകടമാണ് ഇന്നത്തെ കാലത്ത് സംബന്ധിച്ച്. ഡ്രഗ്സ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വളരെ സുലഭമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 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 തലമുറയെ മൊത്തത്തിൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു സിനിമയിൽ അത്തരം ഡ്രഗ്സിനെ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗത്തെ ഭയങ്കരമായിട്ട് വില കുറച്ച് കാണുന്നത്, നിസ്സാരവൽക്കരിക്കുന്നത് ഒരു വലിയ അപകടം തന്നെയാണ്. ഒരിക്കലും സിനിമ എന്ന് പറയുന്നത് ആളുകളെ നന്നാക്കാനുള്ള ഒരു ടൂളൊന്നും അല്ല, അതെനിക്കും അറിയാം, കാണുന്ന നിങ്ങൾക്കും അറിയാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ പറയുക, സ്വാധീനിക്കപ്പെടുന്ന ഏറ്റവും, എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മീഡിയം ആയിരിക്കും സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദേവാസുരം എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഇളനീരിൽ ഒഴിച്ചിട്ട് മദ്യം കഴിക്കുന്നുണ്ട്. അത് വലിയൊരു രീതിയിൽ ആഘോഷമാക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. എന്തിന്? ലഹരിക്കെതിരെ അല്ലെങ്കിൽ മദ്യത്തിനെതിരെ സംസാരിച്ചൊരു സിനിമയായിരുന്നു, മദ്യാസക്തിക്കെതിരെ സംസാരിച്ചൊരു സിനിമയായിരുന്നു രഞ്ജിത്ത് സംവിധാനം ചെയ്ത സ്പിരിറ്റ്. ആ സിനിമയിൽ ആ സിനിമ ഉദ്ദേശിച്ച കാര്യം മറന്നിട്ട് വലിയൊരു വിഭാഗം, എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട്, അറിയുന്നൊരു വിഭാഗം കട്ടൻ ചായയുടെ കൂടെ മദ്യമൊഴിച്ച് കഴിക്കുന്നവരുണ്ട്. അപ്പം അത്തരത്തിൽ, പ്രത്യേകിച്ച് ലാലേട്ടനെ പോലെ ഒരാളൊക്കെ ആകുമ്പോൾ അത്തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നു. പുള്ളി അതിനെതിരെ സംസാരിക്കുന്ന ഒരു സിനിമയായിട്ട് കൂടെ അത് മറ്റൊരു രീതിയിലാണ് ആളുകൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സമൂഹം നമുക്കിടയിലുണ്ട്. ഇപ്പൊ സിനിമ കണ്ടിട്ട് ആളുകൾ കേടാവുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അപ്പം അത് സിനിമയുടെ മാത്രം പ്രശ്നമല്ല. പക്ഷെ അതും നമ്മൾ ഇത്തരത്തിൽ ആഘോഷമാക്കുന്ന സിനിമകൾ ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കുറെ കൂടെ ശ്രദ്ധ പുലർത്തണമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ഈ സിനിമ ഇപ്പം ഇതിന് പിന്നിൽ ഒരുപാട് വലിയ വലിയ താരങ്ങളുണ്ട്. ഇപ്പം സ്പോയിലർ ആവുന്നതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നു പുറത്ത് വന്നുകൊണ്ട് പറയുമായിരിക്കും. ദുൽഖർ ടോവിനോ മുതൽ ഒരുപാട് പേരുണ്ട്. അപ്പം ദുൽഖർ സൽമാനാണ് പ്രൊഡക്ഷൻ ഹൗസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയിൽ ഇത്തരം ഒരു കാര്യത്തെ ഭയങ്കര നിസ്സാരവൽക്കരിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് പുറകിൽ ഇത് എഴുതുന്നതൊരു ലേഡിയും കൂടെയാണ്, ശാന്തി എന്ന് പറഞ്ഞിട്ടൊരു ലേഡിയും കൂടെ ഇതിൻ്റെ എഴുത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഡൊമിനിക് ആയാലും ശാന്തി ആയാലും ആരായാലും, ആരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചൊരു പിഴവായാലും അത് ശരിക്കും അവർ തിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇനി അവരുടെ സിനിമയിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇന്നത്തെ സമൂഹത്തിനെ സംബന്ധിച്ചൊരു വലിയ തെറ്റ് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. സിനിമയെ പറ്റി യാതൊരു എതിരഭിപ്രായവും ഇല്ല. എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ലോക. നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ്. എൻ്റെ അടുത്ത പാർട്ടുകൾക്ക് വേണ്ടി എല്ലാവരെയും പോലെ ഞാനും വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കാര്യം എന്നെ വല്ലാതെ നിരാശപ്പെടുത്തിയ, സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ്. സിനിമ ഒരിക്കലും, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സിനിമ ഒരിക്കലും ആളുകളെ നന്നാക്കാനുള്ളൊരു ടൂളല്ല. എന്നിരുന്നാൽ പോലും ഇത്തരം വലിയൊരു സിനിമയിൽ യൂത്ത് ഏറ്റെടുത്ത അല്ലെങ്കിൽ ഇത്രയും
കാലത്ത് വരുന്ന ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഈ ലഹരി പോലത്തെ ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സിനെയൊക്കെ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ ഉപയോഗത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ചത് വലിയ വിപത്തായി തോന്നി. എങ്ങനെയായാലും ആ സിനിമയുടെ പിന്നെ അണിയറയിലും പ്രവർത്തിച്ചതിലും മറ്റുമൊക്കെ ഇനി അടുത്ത അതിൻ്റെ പാർട്ടുകളിലും അല്ലെങ്കിൽ ഇനി അവർ വരാനിരിക്കുന്ന സിനിമകളിലൊന്നും ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതിൻ്റെ പേരിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അവർക്ക് തെറ്റാണെന്ന് അവർക്ക് തോന്നി അവരത് ചേഞ്ച് ചെയ്യാനോ മറ്റോ തയ്യാറായി ആ സിനിമയിൽ വലിയ പ്രസക്തിയുള്ള ഡയലോഗുകളോ അല്ലാതെ മ്യൂട്ടോ എന്തോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നന്ദി. OTT ഒക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ സാധനം ഉപയോഗിക്കുന്നവരെടുത്തിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പോകുന്നൊരു കാര്യമായിരിക്കും ആ ഡയലോഗുകളൊക്കെ. അപ്പം അതൊക്കെ മ്യൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും നന്നായിരിക്കാം. ഇതിൻ്റെ പേരിൽ തന്നെ പൊങ്കാലിടാൻ വരരുത്. കാരണം എനിക്ക് തോന്നിയൊരു കാര്യം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ഇത്രയും ഒരു കിടിലൻ സിനിമയിൽ ചെറിയ ഇത്തരം മിസ്റ്റേക്കുകൾ അതും വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ നിസ്സാരവൽക്കരിച്ച് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി, അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമസ്കാരം. ഇനി അടുത്തൊരു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.